ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനൊരു വഴക്കുണ്ടാവില്ലെന്ന് സ്വയം വിശ്വസിച്ച് തന്നെ ഒപ്പം വരാൻ ഞാൻ തയ്യാറാ. ബാഗ് എടുക്കാൻ ഞാൻ സഹായിക്കണോ? വേണ്ട, ഡോക്ടർ ഇറങ്ങിക്കോ, ഞാൻ വന്നോളാം. എന്തായി ജോബിൻ, മാളു എന്തു പറഞ്ഞു? ഞങ്ങൾ സംസാരിച്ചാൻഡി, മാളു എൻ്റെ ഒപ്പം വരാൻ തയ്യാറാ. ഡോക്ടർ പൂർണ്ണ മനസ്സോടെയാണോ അവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്? അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ മുത്തശ്ശി. ഞങ്ങൾ വിശദമായി തന്നെ സംസാരിച്ചു ആൻറ്റി. കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചു. രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. അങ്ങനെ വേണം ജോബിൻ. ഇനി ഒരിക്കലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കഴിയേണ്ടവരുമല്ല നിങ്ങൾ. അല്ല, രണ്ടാൾക്കും ഇന്ന് തന്നെ പോണോ? നാളെ രാവിലത്തേക്കാക്കി കൂടെ യാത്ര? അത് വേണ്ട മുത്തശ്ശി. മടങ്ങുമ്പോ എൻ്റെ ഒപ്പം മാളും ഉണ്ടാവണമെന്ന് മമ്മി കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുന്നത് നോക്കി ഡേസി ടീച്ചർ കാത്തിരിക്കുന്നുണ്ടാവും. മമ്മിക്ക് സമാധാനായിക്കോട്ടെ. ആ, എങ്കിൽ അത് തന്നെയാ നല്ലത്. മാളു, നിന്റെ ടെൻഷനൊക്കെ മാറിയല്ലോ. ഇനി രണ്ടുപേരും തമ്മിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഇവിടുന്ന് പോവാൻ. അങ്ങനെ തന്നെയമ്മേ ഞങ്ങളുടെ തീരുമാനം. ഇല്ല ആൻറ്റി, എൻ്റെ ഭാഗത്തുനിന്ന് മാളുവിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിൽ ഞാൻ പെരുമാറില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. മുത്തശ്ശി, പോയിട്ട് വാ മോളെ, സന്തോഷത്തോടെ പോയിട്ട് വാ. മുത്തശ്ശി പറഞ്ഞതൊക്കെ ഓർമ്മ വേണം കേട്ടോ. ആ ജോബിൻ, ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു വഴക്കുണ്ടായെന്നും അതിന്റെ പേരിൽ മാളു ഇവിടെ ഒന്ന് നിന്നു മുരളിയേട്ടൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പലതവണ പറയാൻ ഞാൻ ഭാവിച്ചെങ്കിലും അതുകൂടെ അറിയുമ്പോ ആള് വല്ലാതെ വിഷമിക്കുമല്ലോ എന്ന് കരുതി മനഃപൂർവ്വം ഞാൻ മറച്ചു വെച്ചതാ. എന്തായാലും മുരളിയേട്ടൻ മടങ്ങിയെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ വഴക്ക് അവസാനിച്ചല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നത് മുരളിയേട്ടൻ അറിയണ്ട. അറിഞ്ഞാ പിന്നെ വിഷമാവും. അതുകൊണ്ടാ. അപ്പൂനൊരു കൂട്ടാവട്ടെ എന്ന് കരുതി മാളു ഇവിടെ നിൽക്കുന്നു എന്നാ മുരളിയേട്ടൻ വിചാരിച്ചിരിക്കുന്നത്. ആ ധാരണ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാനായിട്ടൊന്നും നിങ്ങളെ അറിയിക്കില്ല. മമ്മിയോട് ഞാൻ പറഞ്ഞേക്കാം. ആ, എന്നാ പോയിട്ട് വാ. മുരളിയേട്ടൻ വരുമ്പോ രണ്ടുപേരും ഇങ്ങോട്ട് വരണോട്ടോ. ശരി, പോയിട്ട് വരാമേ. ശരി. ഡേസി ടീച്ചറിനോട് എന്റെ അന്വേഷണം പറയണോട്ടോ. ശരി. ശരി ആൻറ്റി. ശരി. എന്റെ കൃഷ്ണ, അങ്ങനെ അതിനും ഒരു പരിഹാരമായി. ഇനി ഓരോന്നും പറഞ്ഞ് കൊച്ചിനെ വിഷമിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. ഹലോ ഗീതേച്ചി. അശ്വതി, ജോബിൻ വന്നു എന്ന് പറഞ്ഞ കേട്ടു. എന്തായി? അവര് തമ്മിൽ സംസാരിച്ചോ? പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ? ഉവ്വ് ഗീതേച്ചി, മാളുവിനെ ജോബിൻ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. അതെയോ? എന്തായാലും അത് നന്നായി അശ്വതി. അപ്പു പറഞ്ഞതുപോലെ കുട്ടികളായിട്ട് തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടല്ലോ. എന്തായാലും നന്നായി. ജോബിൻ എന്ത് പറഞ്ഞു പിന്നെ? അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. ഗീതേച്ചി പറഞ്ഞ പോലെ അവരായിട്ടുണ്ടാക്കിയ പ്രശ്നം അവരായിട്ട് എന്നെ സോൾവ് ചെയ്യട്ടെ എന്ന് കരുതി. കുറച്ചുനേരം അവരെന്തൊക്കെയോ സംസാരിച്ചു. അതിനുശേഷം മാളു തന്നെ ജോബിനോടൊപ്പം പോവാൻ വില്ലിങ് ആവുമായിരുന്നു. എന്തായാലും മുരളി വരുന്നതിന് മുമ്പേ അതിനൊരു പരിഹാരം ഉണ്ടായല്ലോ. അതെ, അത് തന്നെ ഒരു വലിയ കാര്യമായി. ഞാൻ മാളുവിനോടും ജോബിനോടും പറഞ്ഞു, മുരളിയേട്ടൻ ഇനി ഇതൊന്നും അറിയണ്ടാന്ന്. അതെ, അത് തന്നെയാ നല്ലത്. അപ്പു എന്തു പറയുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, മുറിയിലുണ്ട്. മാളു ചിലപ്പോ അപ്പുനെ വിളിച്ചിട്ടുണ്ടാവും. ഞാൻ ചെന്ന് VPയോടൊന്ന് പറയട്ടെ. VP അവരുടെ കാര്യം ആലോചിച്ച് ആകെ ടെൻഷനിലായിരുന്നു. ശരി ഗീതേച്ചി. ശരി, ഞാൻ ചെന്ന് VPയോടൊന്ന് പറയട്ടെ. VP അവരുടെ കാര്യം ആലോചിച്ച് ആകെ ടെൻഷനിലായിരുന്നു. ശരി. ശരി. ശരി.
അശ്വതിയായിരുന്നു ഫോണില്. ജോബിൻ വന്ന് മാളുവിനെ കൂട്ടിക്കൊണ്ടുപോയിന്ന്. അതെയോ? അതെന്തായാലും നന്നായി. അപ്പു പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നമുക്ക് ആർക്കും ഇടപെടേണ്ടി വന്നില്ലല്ലോ. ഡേസി കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ജോബിൻ തനിച്ചാ വന്നതെന്ന് അശ്വതി പറഞ്ഞത്. ജോബിനും മാളും എല്ലാം തുറന്ന് സംസാരിച്ചിട്ടാണ് ഒരു കോംപ്രമൈസിൽ എത്തിയതെങ്കിൽ ഇനി അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ അവർ തമ്മിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി ഇതിന്റെ ഒരു തുടർച്ച എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാവുന്നേ ഉള്ളൂ. എന്തു പറ്റി വിപിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത? അല്ല, ജോബിനും ആ കുട്ടിയും തമ്മിലുള്ള കണക്ഷൻ മാളുവിനോട് ജോബിൻ തുറന്നു പറഞ്ഞിട്ടുണ്ടാവുമോ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതിപ്പോ എങ്ങനെ അറിയാ? അത് നമ്മളായിട്ട് അറിയാൻ ശ്രമിക്കണ്ട, അത് ശരിയുമല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം അവരുടെ റിലേഷനിൽ എപ്പോഴും ഒരു കല്ലായിട്ട് കിടക്കുന്നുണ്ടാവും. അതങ്ങനെ കിടക്കുന്നിടത്തോളം കാലം ഇപ്പോഴത്തെ ഈ ഒത്തുതീർപ്പ് എത്ര നാൾ എക്സ്റ്റെൻഡ് ചെയ്തു പോകാൻ കുട്ടികൾക്ക് പറ്റുമെന്ന് കണ്ടു തന്നെ അറിയണമെങ്കിൽ ഇതാ. ആ, ചിലപ്പോ അപ്പു എല്ലാം സംസാരിച്ച് മാളുവിന് തെറ്റിദ്ധാരണ മാറ്റിയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവായിരുന്ന നല്ലത്. ഹലോ മോളിക്കുട്ടി, ഇത്ര കഷ്ടപ്പെട്ട് നീ നിന്റെ കെട്ടിയോന് ഇങ്ങോട്ട് എഴുന്നള്ളണമെന്നില്ല. കാലം കുറേ ആയി. മഞ്ഞ് പെയ്യുന്നു, മരം കോച്ചുന്നു എന്നും പറഞ്ഞ് നീ എന്നെ തട്ടിക്കളിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നിന്റെ കൊട്ടാരത്തിലോട്ട് വിളിച്ചാലും ഞാൻ വരുന്നില്ല. ഇവർക്ക് വേണ്ടെങ്കിലേ എന്നെ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കിക്കോളൂ. എന്തായാലും നിന്റെ വടക്കപ്പുറത്ത് ചുരുണ്ടുകൂടാനേ ഈ ത്രേസ്യാമയെ കിട്ടത്തില്ലടി. പിന്നെ പൊന്നുമോളൊരു കാര്യം ആലോചിച്ചോണോ, എന്നും കുന്നും ഇങ്ങനെ ചെറുപ്പമായിരിക്കില്ല എന്ന്. അന്നേ നിന്റെ മക്കൾ നിന്നെ ഇങ്ങനെ തട്ടിക്കളിക്കാണ്ടിരിക്കാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളണം. അല്ല പിന്നെ ദേശമോ, ദേ ജോക്കുട്ടനും പെണ്ണും വന്നടി. വാ മക്കളെ വാ. എന്താ നീ എന്റെ മുഖത്ത് നോക്കാത്തത്? അന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരണ്ടെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ? അതിന് പറ്റുമോ നിനക്ക്? പിള്ളേര് വന്ന് കേറിയ ഉടനെ നീ ഇങ്ങനെ വഴക്ക് പറഞ്ഞാൽ എങ്ങനെയുണ്ട് ഡിസമ്മ? കൊച്ചുങ്ങൾക്കൊരബദ്ധം പറ്റി, അത് അവരായിട്ടങ്ങ് തിരുത്തിയില്ലേ? എന്നെനിക്ക് ഉറപ്പിക്കാമോ? എടി കൊച്ചേ, നീ നിന്റെ കെട്ടിയവനായിട്ട് പിണങ്ങി പോയതോ പോയി. ദേ, ഞങ്ങള് രണ്ട് പാവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളൊക്കെ ജീവനോടെ ഉണ്ടോന്നൊന്ന് വിളിച്ചു ചോദിക്കായിരുന്നത് കഷ്ടമായി പോയി. ഒന്നുമില്ലേലും ഞങ്ങളുടെ പ്രായമെങ്കിലും നീ മനസ്സിലാക്കണമായിരുന്നു. എന്താ ഇനി ഡോക്ടറുടെ ഉദ്ദേശം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല മമ്മി. ആ, എങ്കിലൊരു കാര്യം രണ്ടുപേരോടും കൂടി ഞാൻ പറഞ്ഞേക്കാം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്നും എപ്പോഴും രണ്ടുപേരും സ്നേഹത്തോടെ മാത്രം കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ അതിലേതാണ് ശരിയെന്ന് കണ്ടെത്തി പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ഒരു മനസ്സ് രണ്ടുപേർക്കും ഉണ്ടാവണം. അല്ലാതെ കാള പെറ്റൂന്ന് കേൾക്കുമ്പോ ബാഗും എടുത്ത് വീട് വിട്ട് ഇറങ്ങാൻ നിൽക്കല്ല വേണ്ടത്. കേട്ടല്ലോ? എന്ന് രണ്ടുപേരും പോയി വേഷം മാറിവാ. ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. ഇങ്ങനെ കുന്തം മുഴുങ്ങിയ പോലെ നിൽക്കാതെ പോയി വേഷം മാറിയിട്ട് വാടാ. ദേ, രണ്ടുപേരും അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ ഡേസമ്മയുടെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താടി കൊച്ചെ, നിന്റെ മുഖത്ത് ഇപ്പോഴും ഒരു തെളിച്ചില്ലായ്മ? എന്തു പറ്റി? ഒന്നുമില്ല അമ്മച്ചി. എന്നാ രണ്ടുപേരും വേഗം പോയിട്ട് വാ. ഇന്ന് നല്ല ദിവസമായിട്ടേ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ശരി ത്രേസ്യാമ്മച്ചി. വാ. എന്റെ കർത്താവേ, ഇപ്പോഴാ ഉള്ളൊന്ന് തണുത്തത്. ഇനി കൊച്ചുങ്ങൾക്ക് ദുർബുദ്ധി തോന്നാതിരുന്നാ നന്ന്. ഏതായാലും നീ ഇങ്ങനെ ഓടി നടന്നതുകൊണ്ടാ പെണ്ണിങ്ങി വീട്ടിലെത്തിയത്.
നന്നായി ഡേയ്സമ്മ, നന്നായി. വാ, നമുക്ക് ഭക്ഷണം എടുത്തു വയ്ക്കാം. വാ. ആ നിർത്ത്. എന്താ സാറേ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാം. ആദ്യം നിങ്ങൾ വണ്ടി ഓഫ് ചെയ്യ്. സിയെ വിളിക്കുന്നു. ഇറങ്ങ്. ആ വാ വാ. എന്നതാ സാറേ പ്രശ്നം? സാറേ ഉള്ള കാര്യം അങ്ങ് പറയാം. 2 എണ്ണം വിട്ടിട്ടുണ്ട്. കർത്താവാണ് 2 അതിന്റെ ചില്ലറ എന്താന്ന് വെച്ചാൽ നമുക്കങ്ങ് സെറ്റിൽ ചെയ്യാം. ചുമ്മാ ചീട്ടെഴുതി നമ്മുടെ 2 പേരുടെയും സമയം മെനക്കെടുത്തണ്ടല്ലോ. പാതിരാത്രിക്ക് മുന്നേ എനിക്കങ്ങ് തിരുവല്ല പിടിക്കാനുള്ളതാ. ചില്ലറയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഫിലിപ്പോസേ. ആദ്യം സാറ് സ്റ്റേഷനിലോട്ടൊന്ന് പറഞ്ഞു. കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് പറഞ്ഞ് സെറ്റിൽ ചെയ്യാം. അതെന്നാ ഓഞ്ഞ വർത്തമാനാ സാറേ. കാര്യങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞ് തീർക്കാമെന്ന് പറഞ്ഞപ്പോ സാറിനൊരു ബലം പിടുത്തം. ഇനിയിപ്പോ ഇമ്മണി കള്ള് പള്ളയിൽ കിടക്കുന്നതിന്റെ പേരില് ഈ രാത്രി പോലീസ് സ്റ്റേഷൻ ചവിട്ടി തേക്കാനൊന്നും എനിക്ക് പറ്റുകയല്ലേ സാറേ. അത്ര നിർബന്ധമാണെങ്കിൽ സാർ പിഴ ചുമത്തിക്കോ. 10,000 2,000 വേണമെങ്കിൽ ഞാൻ കോടതി കെട്ടിക്കൊള്ളാം. അത് നമുക്ക് വേറെ കെട്ടാൻ സാറേ. നിങ്ങളെ ഇപ്പൊ കസ്റ്റഡിയിൽ എടുക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിലല്ല. പിന്നെ എന്നെ അപരാധത്തിനാ ഈ പാവത്തിന്റെ നെഞ്ചത്ത് കയറുന്നേ? ഞാനും കൊന്നിട്ടും പിടിച്ചു പറിച്ചിട്ടൊന്നും ഇല്ലല്ലോ. നേരിട്ട് കൊന്നിട്ടില്ലെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചൊരു കേസുണ്ട് സാറിന്റെ പേരിൽ. അതിനാ ഈ അറസ്റ്റ്. കൊല്ലിച്ചെന്നോ? ഞാനോ? സാറേ, ദൈവം തമ്പുരാന് നിരക്കാത്ത വർത്തമാനം പറയരുത്. എനിക്കാരെയും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആള് മാറിയതാവും. ആദ്യം താൻ വണ്ടിയിലോട്ട് കയറ്. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. എനിക്ക് എന്റെ വക്കീലിനെ ഒന്ന് വിളിക്കണം. എന്നിട്ട് ഞാൻ എന്റെ കാറിൽ വന്നോളാം. വക്കീലിനെയും കുമസിനെയൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് വിളിച്ചാൽ മതി. പിടിച്ച് കയറണോ? എന്നാ സാറേ ഇത്? നന്ദേട്ടാ, വാർത്തയും അയാളുടെ പടവും പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇത് ന്യൂസ് ആക്കുമെന്ന് CA ഹരിദാസ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ പിന്നിൽ ഫിലിപ്പോസിന്റെ സ്വാധീനം ഉപയോഗിച്ച് മറ്റ് മാനിപ്പുലേഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് തന്നെ മുൻകൈ എടുത്ത് പരസ്യപ്പെടുത്തിയത്. ഫിലിപ്പോസ് ഇത്ര വേഗം കുറ്റം സംഭവിച്ചതിന് പിന്നിൽ എന്തോ ഒരു ബുദ്ധിയുണ്ട്. കുറ്റം സംഭവിച്ചത് അയാളുടെ അഡ്വക്കേറ്റായി ആലോചിച്ചതിന് ശേഷമായിരിക്കും. ട്രയൽ സമയത്ത് പോലീസ് നിർബന്ധിച്ച് തന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാണെന്ന് കോടതിയിൽ മൊഴി മാറ്റും. പക്ഷേ ആ ബുദ്ധി ഫലം കാണാൻ പോകുന്നില്ലെന്നുള്ള ഈ കേസിൽ ഞാനും പ്രോസിക്യൂഷനൊപ്പം കക്ഷി ചേരാൻ തന്നെയാണ് തീരുമാനം. നന്ദേട്ടന് ഈ അവസ്ഥയിൽ അതിന് കഴിയോ? കഴിയും. എന്റെ ആതിരയ്ക്ക് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ. എങ്കിൽ നന്ദേട്ടൻ കൂടി മനസ്സ് വെക്കണം. പറഞ്ഞതുപോലെ മരുന്നും ട്രീറ്റ്മെന്റും ഒന്നും മുടക്കരുത്. ഇനിയൊന്നും ചെയ്യാനില്ലെന്ന ഈ നിരാശാബോധം മനസ്സിൽ നിന്ന് മാറ്റുകയും വേണം. ശരിയാണെന്നടാ. ഇന്നു മുതൽ എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ട്. എന്റെ ആദരമോളുടെ മരണത്തിന് ഉത്തരവാദിയായവർക്ക് തക്ക ശിക്ഷ നേടിക്കൊടുത്തേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. നന്ദേട്ടാ, ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരട്ടെ. ഗീത, ഗീത. എന്താ VP, എന്തിനാ വിളിച്ചേ? താൻ ഈ വാർത്തയ്ക്ക് നോക്കി. ഈശ്വര, അപ്പൊ അപ്പുവിന്റെ സംശയം ജെനുവിനായിരുന്നു അല്ലേ? അതെ, അത് അപകടമല്ല. കരുതി കൂട്ടി ഇയാൾ കൊടുത്ത കൊട്ടേഷൻ തന്നെയാണെന്ന് പോലീസിന് ബോധ്യമായി. അയാളെ ചോദ്യം ചെയ്തപ്പോ കുറ്റം സമ്മതിച്ചൊന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഗീത, അപ്പുവിന്റെ ഇടപെടലാണ് ഫിലിപ്പോസിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. മുരളിയുടെ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയർ
അമലയെ അപ്പുനെ ഹെൽപ്പ് ചെയ്തിരുന്നു. അവർ രണ്ടുപേരും കൂടെയല്ലേ മിനിസ്റ്ററെ കാണാൻ പോയത്. അപ്പോ വെൽഡൻ അപ്പോ, നിന്റെ പരിശ്രമം ഫലം കണ്ടല്ലോ. ആ ഫിലിപ്പോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ, നന്ദൻ സാർ ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പോ ഈ കാര്യമായി മുന്നോട്ട് പോയതിൽ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു ഞാൻ. പക്ഷേ ഇപ്പൊ എനിക്ക് ബോധ്യമായി നീയായിരുന്നു ശരിയെന്ന്. നിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഈ കേസിൽ സത്യം പുറത്തു വന്നത്. അതിൽ നിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കിയതിന് ഞാൻ സോറി പറയുന്നു. അതിന്റെ ആവശ്യമില്ല വി പി എന്തുകൊണ്ടാണ് അതിന് ശ്രമിച്ചതെന്ന് എനിക്കറിയാം. ഇതിന്റെ പേരിൽ ഫിലിപ്പോസിന്റെ ഭാഗത്തുനിന്ന് ഭീഷണിയോ ഉപദ്രവം ഉണ്ടാവുമെന്ന് വി പി അമ്മയൊക്കെ ഒരുപാട് ഭയന്നിരുന്നു. ആ ഭയം തന്നെയായിരുന്നു മുരളിയങ്കളുടെ അശ്വതാന്റിക്കും ഒക്കെ. പക്ഷേ ആതിരയോടും അവളുടെ ഏട്ടനോടും അതിന്റെ പേരിൽ നീതികേട് കാണിക്കാൻ എനിക്ക് തോന്നിയില്ല. എന്നെ സഹായിക്കാൻ അമല ചേച്ചി നന്ദൻ സാറും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് സത്യം എന്താന്ന് ഇപ്പോഴെങ്കിലും എല്ലാവർക്കും ബോധ്യമായല്ലോ. ശരിയാണപ്പോ, ശരിക്കും ഭയന്നിട്ട് തന്നെയാ ഞങ്ങൾ പിന്തിരിപ്പിക്കാൻ നോക്കിയത്. പക്ഷേ ഇപ്പൊ വി പി പറഞ്ഞതുപോലെ നീയായിരുന്നു ശരിയെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ബോധ്യമായി. നീ ഇപ്പൊ എങ്ങോട്ടാ? എനിക്ക് അമലേച്ചി ഒന്ന് കാണണം. ഈ കേസിൽ ഇത്ര വേഗം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവാൻ കാരണം അവരാ. നേരിട്ട് കണ്ട് എനിക്ക് നന്ദി പറയണം. തീർച്ചയായും. അമലയോട് എന്റെ അന്വേഷണം ഒന്ന് അറിയിച്ചേക്കും. നീ പോയിട്ട് വേഗം വരില്ലേ? 1-2 പേരെ കൂടി കാണാനുണ്ട്. എന്നാ പോയിട്ട് വാ. ഗീത, എനിക്കിപ്പോ അപ്പുവിനെ കുറിച്ച് അഭിമാനം തോന്നുന്നു. മനസ്സിൽ ഉദ്ദേശിച്ച 2 കാര്യങ്ങളും അപ്പു ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചു. മാളവിന്റെ പ്രോബ്ലം സോൾവ് ചെയ്തു. ഇതപ്പോ ഫിലിപ്പോസിന്റെ കാര്യം ഇങ്ങനെയായി. ശരിക്കും അപ്പുവിനെ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലടോ? നന്ദേട്ടാ, എത്ര നാളായി നന്ദേട്ടന്റെ മുഖം ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു കണ്ടിട്ട്. ഇന്നലെ ഈ വാർത്ത അറിഞ്ഞത് മുതൽ ആളാകെ മാറി നല്ല ഉഷാറായിട്ടുണ്ട്. അതിന്റെ കാരണം നിനക്കറിയില്ലേ? എന്റെ ആദരമോൾക്ക് വേണ്ടി ഇനി ഞാൻ കൂടുതൽ കരുത്തോടെ മുന്നോട്ടിറങ്ങിയേ പറ്റൂ. അതിനുവേണ്ടി തന്നെയാ ഞാൻ എന്റെ മനസ്സും ശരീരവും ഒരുക്കി വയ്ക്കുന്നത്. ഒരു കാരണവശാലും ഫിലിപ്പോസിനെയും അയാളുടെ ആൾക്കാരെയും ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. കേസ് ഞാൻ നേരിട്ട് തന്നെ വാദിക്കും. കേസ് ജയിക്കുന്നതിന് വേണ്ടി ഫിലിപ്പോസ് ലക്ഷങ്ങൾ ചിലവാക്കി വക്കീലന്മാരെ ഇറക്കുമായിരിക്കും. ഏത് കൊടികെട്ടിയ വക്കീൽ അയാൾക്ക് വേണ്ടി വന്ന് വാദിച്ചാലും വിടില്ല ഞാൻ അവരെ ഒന്നും. ഇതെന്റെ ആദരമോൾക്ക് വേണ്ടി മാത്രമല്ലെന്നള. ഇതുപോലുള്ള ദുഷ്ടന്മാരുടെ കൈകൊണ്ട് ചതഞ്ഞരഞ്ഞ് ജീവിതം തീർന്നു പോകുന്ന 100 കണക്കിന് നിരപരാധികളായ പെൺകുട്ടികൾക്ക് വേണ്ടി എനിക്ക് കേസ് ജയിക്കണം. ജയിച്ചേ പറ്റൂ. നന്ദേട്ടാ, ദേ അപ്പു. വാ. ഇരിക്കെ. നന്ദൻ സാറ് ആള് സ്മാർട്ടായല്ലോ. നിളച്ചി, ഇതെന്ത് മാജിക്കാ? ഇതിന് കാരണം അപ്പു തന്നെയാ. ഇന്നലെ ഫിലിപ്പോസ് അറസ്റ്റിലായി എന്നറിഞ്ഞതു മുതൽ നമുക്ക് പഴയ നന്ദൻ സാറിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. സർ, ഇതാ ഞാൻ പറഞ്ഞ അമലേച്ചി. ഹലോ സർ. ഹലോ അമല. ഞാൻ അമലയൊന്ന് പരിചയപ്പെടണമെന്ന് അപ്പുനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. എനിക്ക് സാറിനെ പരിചയപ്പെടണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ, നിങ്ങൾ സംസാരിക്കാം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇന്ന് കോടതി അവധിയായതുകൊണ്ട് ഫിലിപ്പോസിന് ഇന്നലെ രാത്രി തന്നെ ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കി. 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയില്ല. ഓ, അറിഞ്ഞിരുന്നു. പോലീസിന് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാതെ അയാൾ കുറ്റം സമ്മതിച്ചു അല്ലേ? അത് അയാളുടെ അഡ്വക്കേറ്റിന് ബുദ്ധിയാ. കോടതിയിൽ കേസ് ജാമ്യത്തിന് പരിഗണിക്കുമ്പോൾ അയാൾ മൊഴി മാറ്റും എന്നുള്ള കാര്യം ഉറപ്പാ. സാർ തന്നെയാണോ കോർട്ടിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത്? അതെ. പ്രോസിക്യൂഷനൊപ്പം ഞാനും കക്ഷി ചേരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.